ഹായ് ഫ്രണ്ട്സ്, ഇന്ന് എനിക്ക് നല്ല നാടൻ കായൽ ചെമ്മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് സാധാരണ റോസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ക്ലീൻ ചെയ്ത ചെമ്മീനിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ആവശ്യത്തിന് ചേർത്ത് കുറച്ച് സമയം മാറ്റി വെക്കുക. എണ്ണ നന്നായി ചൂടായതിനു ശേഷം ഇത് നമുക്ക് എണ്ണയിൽ വറുത്തെടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ഏഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതിനുശേഷം നന്നായിട്ട് ഓവർ കുക്ക്ഡ് ആകരുത്. കുറച്ച് പാകത്തിന് കുക്കായതിനു ശേഷം നമുക്കത് വേറൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം. ഈ എണ്ണയിൽ തന്നെയാണ് ഇനി നമ്മൾ അടുത്തതും ചെയ്യാൻ പോകുന്നത്. ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമുക്കതിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞത് ചേർക്കുക. അതിനുശേഷം അതിൽ സവാള, ഞാൻ 2 സവാളയാണ് എടുത്തത്. 2 സവാള ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഉള്ളി ഒന്ന് വാടിയതിനു ശേഷം നമുക്കിതിലേക്ക് തക്കാളി, പച്ചമുളക്, ഞാൻ ഒരു വലിയ തക്കാളിയും ഒരു പച്ചമുളകുമാണ് ചേർത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നല്ലപോലെ ഇളക്കി അത് അടച്ചു വെക്കുക. ഒരു 5 മിനിറ്റിന് ശേഷം അത് ഓപ്പൺ ആവുമ്പോൾ നന്നായിട്ട് വാടിയിരിക്കും. അപ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. മുളക് പൊടി കാശ്മീരിയും സാധാ മുളക് പൊടിയുമാണ് ചേർത്തിട്ടുള്ളത്. അതിനുശേഷം ഇതിൽ കുറച്ച് ആവശ്യത്തിന് വെള്ളം ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെക്കുക. ഇളക്കി നന്നായി മിക്സ് ചെയ്ത് കുറച്ച് സമയം കൂടി അടച്ചു വെക്കുക. ഈ സമയം കറിക്ക് കളർ കിട്ടാൻ വേണ്ടി, അതായത് ബീഫ്, ചിക്കനിലൊക്കെ ചെയ്യുന്നതാണ്. കറിക്ക് കളർ കിട്ടാൻ വേണ്ടി ലോ ഫ്ലെയിമിൽ മല്ലിപ്പൊടി നന്നായിട്ട് ബ്രൗൺ ആവുന്നവരെ ചൂടാക്കി വെക്കും. അത് മാറ്റി വെച്ച ശേഷം നമ്മുടെ ഉള്ളിയും തക്കാളിയും വാടിയത് ഒന്നുകൂടി നമ്മൾ ഇളക്കി കൊടുക്കുക. അതിലേക്ക് ഈ മാറ്റി വെച്ച മല്ലിപ്പൊടി, ചൂടാക്കിയ മല്ലിപ്പൊടി ചേർത്ത് നന്നായി ഇളക്കുക. അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീൻ ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായി ഒന്നുകൂടെ മിക്സ് ചെയ്ത് നമുക്ക് അടിച്ചു വെക്കാം. ഇത്ര കുക്കിംഗ് കഴിഞ്ഞിട്ടോ. ഇത്ര സിമ്പിളാണ് ഇത് ചെയ്യാൻ. വളരെ ടേസ്റ്റുള്ള ഒരു ഡിഷാണിത്. നിങ്ങൾ എല്ലാവരും കൊണ്ട് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.